ഈ ലോകത്തെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായ ഒരു പ്രഖ്യാപനമാണ് റഷ്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. നിലവിൽ രാജ്യത്ത് ലോകത്തെല്ലാം എടുത്തും തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന അസുഖമായി ക്യാൻസർ, അർബുദം മാറിയിട്ടുണ്ട്. അതിനുള്ള വലിയ ഒരു മരുന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. കോവിഡ് വാക്സിന്റെ രീതിയിലാണ് ഈ വാക്സിൻ പ്രവർത്തിക്കുക എന്നുള്ളതാണ്, എൻഡ്രോമെക്സ് വാക്സിൻ പ്രവർത്തിക്കുക എന്നുള്ളതാണ് റഷ്യ വ്യക്തമാക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വാക്സിന്റെ ക്ലിനിക്കൽ ട്രയലുകൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് വിതരണത്തിലേക്ക് പോകുമെന്നുള്ളതാണ്. സൗജന്യമായി വാക്സിൻ എത്തിക്കാനുള്ള നടപടികളാണ് പ്രധാനമായും ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് റഷ്യ വ്യക്തമാക്കുന്നത്. ഫെഡറൽ മെഡിക്കൽ ആൻഡ് ബയോളജിക്കൽ ഏജൻസി കണ്ട വെറോണിക്ക സെർസ്റ്റോവയാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു പ്രഖ്യാപനം ഇപ്പോൾ എക്കണോമിക് ഫോറത്തിൽ നടത്തിയിട്ടുള്ളത്. അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഏതായാലും പുറത്തേക്ക് വരുന്നത് ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം തന്നെയായി നമുക്കിതിനെ വിലയിരുത്തേണ്ടി വരും. കാരണം കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പരീക്ഷണങ്ങളിലായിരുന്നു റഷ്യ എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട വിവിധ രാജ്യങ്ങൾ പരീക്ഷണം നടത്തുന്നു. പക്ഷേ കുറെ കൂടി അഡ്വാൻസ്ഡ് ആയി, കുറെ കൂടി മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഏറ്റവും കൂടുതലായി ലോകത്ത് കാണപ്പെടുന്ന ക്യാൻസർ എന്ന് പറയുന്നത് വൻകുടലിലുള്ള ക്യാൻസർ ആണ്. അതിനുള്ള ഒരു മരുന്നാണ് പ്രധാനമായും ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതിനുശേഷം അടുത്ത ഘട്ടത്തിലേക്ക് പോകും. അതിൽ തന്നെ തലച്ചോറിലുണ്ടാകുന്ന അർബുദം, അതോടൊപ്പം തന്നെ കണ്ണിലും മറ്റു ശരീരഭാഗങ്ങളിലും ഉണ്ടാകുന്ന തൊലിപ്പുറത്തൊക്കെ ഉണ്ടാകുന്ന ക്യാൻസറുകൾ, അങ്ങനെ നിരവധിയായ ക്യാൻസറുകളിലേക്കുള്ള മരുന്നുകളൊക്കെ തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞത് mRNA എന്ന് പറയുന്ന മെസഞ്ചർ റൈബോ ന്യൂക്ലിക് ആസിഡ് സംവിധാനം ഉപയോഗിച്ചാണ് ഇതിന്റെ പ്രവർത്തനം. അത് സാധാരണഗതിയിൽ കോവിഡ് വാക്സിനിലാണ് അത് പ്രവർത്തിക്കുന്നത്. കോവിഡ് വാക്സിന്റെ പ്രവർത്തനം നമുക്കറിയാവുന്നതാണ്. നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയി പിന്നീട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അസുഖബാധിതരാകുമ്പോൾ നമ്മുടെ ശരീരം സ്വാഭാവികമായും അതിനോട് പ്രതികരിക്കുകയൊക്കെ ചെയ്യും. ആ രീതി തന്നെയാണ് ഈ ക്യാൻസർ മരുന്നിന് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് റഷ്യ അവകാശപ്പെടുന്നത്. അതായത് ക്യാൻസറിന്റെ സെല്ലുകളെ പൂർണ്ണമായി സെല്ലുകൾ ഉണ്ടാവുകയാണെങ്കിൽ ആ സെല്ലുകളെ അതിന്റെ ശക്തി കുറയ്ക്കുന്നു. അത് 60% മുതൽ 80% വരെ അതിന്റെ ശക്തി കുറച്ചുകൊണ്ട് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഈ വാക്സിനിലൂടെ ഉദ്ദേശിക്കുന്നത്, എൻഡ്രോമെക്സ് വാക്സിനിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സാധാരണഗതിയിൽ നേരത്തെ നമ്മൾ കോവിഡിന്റെ കാര്യത്തിൽ ചെയ്തതുപോലെ തന്നെ ഇഞ്ചക്ഷനായി തന്നെയായിരിക്കും വാക്സിൻ നൽകുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത്. അതിന്റെ പ്രാരംഭ നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ വർഷം അവസാനത്തോടെ വാക്സിൻ വിപണിയിലേക്ക് എത്തും എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന്, ഈ വാക്സിൻ കണ്ടുപിടിച്ചു എന്നുള്ളത് ആദ്യഘട്ടത്തിൽ സൗജന്യമായി തന്നെ ജനങ്ങൾക്ക് നൽകാവുന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. മറ്റ് വാക്സിനുകൾ കൂടി കണ്ടെത്താനുള്ള ശ്രമങ്ങൾ റഷ്യയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഇത് ഏതെങ്കിലും ഒരു ഏജൻസി മാത്രമായിട്ട് നടത്തിയതല്ല. വിവിധ ഏജൻസികൾ വിവിധ പരീക്ഷണാടിസ്ഥാനത്തിൽ വലിയ നീക്കങ്ങൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായി നടത്തി. അതിന്റെ പരിണിത ഫലമായാണ് ഇത്തരം ഒരു വലിയ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ബയോളജിക്കൽ ലാബിൽ നിന്നടക്കം നിലപാടുകൾ വ്യക്തമാക്കുന്നത്. ഏതായാലും നമ്മളെ സംബന്ധിച്ച് സ്വാഭാവികമായി മനുഷ്യരെ എല്ലാവരെയും സംബന്ധിച്ച് വലിയ ആശ്വാസ വാർത്ത തന്നെയാണ്